എല്ലാവർക്കും നമസ്കാരം. വളരെ റാൻഡം ആയിട്ടെടുത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ദിവസം മുഴുവൻ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനും നല്ല റിഫ്രഷിംഗ് ആയിട്ടിരിക്കാനും രാവിലെ തന്നെ ഒരു കോഫി പ്രിഫർ ചെയ്യണവരാണ് ഒരുപാട് ആൾക്കാരും. ഒരുപാട് അതിഷ്ടമുള്ള ആളുകളുണ്ട്. ഏകദേശം അതുപോലുള്ള ഒരാളാണ് ഞാനും. മിക്കവാറും എൻ്റെ എല്ലാ രാവിലെകളും ഇതുപോലൊരു കോഫി തയ്യാറാക്കലുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊതുവേ അറബിക്ക കാറ്റഗറിയിലുള്ള കോഫിയാണ് എനിക്ക് കൂടുതൽ നന്നായി തോന്നിയിട്ടുള്ളത്. ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് തന്നെയാണ് അത് വാങ്ങുന്നത്. പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല, ഒരു പഴയ കടയാണ്, പക്ഷെ നല്ല കോഫി അവിടെ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അറബിക്ക കോഫിയും ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി വരുമ്പോഴേക്കും കോഫി ഡിക്കോക്ഷൻ ഫിൽറ്ററായി വരും. ഏറ്റവും എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന ദിവസങ്ങളിലാണ് ഞാൻ പുട്ടും പയറുകറിയും തയ്യാറാക്കൽ. അത്രയ്ക്ക് ഈസിയാണ്. പയർ നന്നായി കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി വേവിച്ചെടുക്കും. പയറ് വേവുന്ന സമയം കൊണ്ട് പുട്ടിനുള്ള പൊടി നനച്ച് വെക്കണം. പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഈസിയാണ്. ആവശ്യത്തിന് പൊടി ഇടുക, കുറച്ച് ഉപ്പിടുക, ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം കൈകൊണ്ട് നന്നായി നനച്ചെടുത്താൽ മതി. അരിപ്പൊടി ആണെങ്കിൽ ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ഏകദേശം 1 കപ്പ് പൊടി എടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്താൽ മതി. അടച്ചങ്ങ് വയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നന്നായി നനച്ചെടുക്കാം. നമ്മൾ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം മുന്നേ നന്നാക്കി വെക്കാറുണ്ട് ഞാൻ. ഒരുപാട് ദിവസത്തേക്കൊന്നും വെക്കില്ല, ഒരു 2 ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ നന്നാക്കി വയ്ക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുത്ത് ചെറുതായി മുറിച്ച് വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് പുട്ടുപൊടിയും തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ പുട്ടുപൊടി ഒന്ന് നനച്ച് നോക്കുകയാണ്. ഇത് കറക്റ്റായിരുന്നു. ഞാൻ ഒഴിച്ചത് ഏകദേശം ഒരു 1/2 കപ്പിന് മുകളിൽ വെള്ളം ഒഴിച്ച് വെച്ചത് കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഇനി ഈ സമയത്തും കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഇറ്റിച്ച് നനച്ചെടുത്താൽ മതി. ഭയങ്കര ഈസിയാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കാൻ. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അത്രയും ടൈം കൺസ്യൂമിങ് അല്ല, വളരെ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നിയതുകൊണ്ട് വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്. തേങ്ങയും ഇതുപോലെ തന്നെ ഞാൻ ചിരവി വെക്കാറുണ്ട്. ചിരവിയിട്ട് ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടായി പോവും. അപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസത്തേക്കുള്ള തേങ്ങ ചിരവിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും. അപ്പോൾ അതും ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പുട്ട് പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. പുട്ട് തയ്യാറാവുന്നതിൻ്റെ കൂടെ കറിയും തയ്യാറായി വരും. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഇടിച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിൽ ഒക്കെ വേവിച്ച് വെച്ചിട്ടുള്ള പയർ കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒന്നങ്ങ് തിളച്ച് വരുമ്പോൾ 2 മിനിറ്റ് കൂടി തീയിൽ വെച്ചിട്ട് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നിങ്ങൾക്ക് അത്ര വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. കോഫിക്കുള്ള പാൽ കൂടി കൂടെ തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച പാല് അരിച്ചതിന് ശേഷം 1-2 തവണ നന്നായി ഒന്ന് അടിച്ചെടുക്കാറുണ്ട്. ഇങ്ങനെ അടിച്ചെടുത്ത പാല് ഫിൽറ്ററായി വന്നിട്ടുള്ള ഡീകോക്ഷനിലേക്ക് ഒഴിച്ച് ഉണ്ടാക്കുന്ന ഒരു കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്.
നമ്മൾ കോഫിയുടെ ടേസ്റ്റ് എപ്പോഴും ഇരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതിലും കൂടെയാണ് കേട്ടോ. അതുപോലെ പല തരത്തിലുള്ള ബീൻസ് ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. ചിലർക്ക് അറബിക്ക ആയിരിക്കും, ചിലർക്ക് റോബസ്റ്റ് ആയിരിക്കും, ചിലർക്കൊക്കെ ബ്ലെൻഡ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. എന്താണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. പാൽ അതിലേക്ക് ഒഴിക്കുമ്പോൾ നേരെ തിളപ്പിച്ച പാടെ ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഒഴിച്ച് നോക്കൂ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോർണിംഗ് ആണ്. ഒരു രാവിലെ എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ വളരെ റാൻഡമായിട്ട് എടുത്തൊരു വീഡിയോയുമാണ്. ഇതൊരു ട്രൈ കൂടിയാണ്. നിങ്ങൾക്കിങ്ങനെ ഒരു സ്റ്റൈലിൽ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. പുട്ടും പയറായാലും പുട്ടും കടലയായാലും മിക്ക വീട്ടിലും പപ്പടവും കൂടി പൊരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതുകൂടി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പഴവും കൂടി നല്ലതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ സമയം കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഈ ഒരു കോണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പീസും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.